അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് നാം സമാഗതമായിരിക്കുന്നത്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് സമാഗതമായാൽ നമ്മുടെ മുൻഗാമികളെല്ലാം ചെയ്തിരുന്നത് ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് അവർ ചെയ്ത ഒരു ഇബാദത്താണ് ഖുർആൻ പാരായണം എന്നുള്ളത്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഹറഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത്തുൻ. ഖുർആനിൽ ഒരക്ഷരം ഓതിയാൽ 10 പ്രതിഫലമുണ്ട് എന്ന്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമല്ല, അതിലെ അലിഫ് ഒരക്ഷരവും ലാം വേറൊരക്ഷരവും മീം വേറൊരക്ഷരവുമാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ 3 അക്ഷരം ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടും. എന്നാൽ റമളാനിൽ ഓരോ നന്മകൾക്കും 70 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന മഹത്തുക്കളും പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിലെല്ലാം കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു ഖുർആൻ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന 19 അക്ഷരമുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരമുള്ള ഒന്ന് നമ്മൾ ഓതിയാൽ, ഒരായത്ത് നമ്മൾ ഓതിയാൽ അതിന് എത്രത്തോളം പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ 156 ഹർഫുകളുള്ള അക്ഷരങ്ങളുള്ള സൂറത്തുൽ ഫാത്തിഹ ഒരാൾ റമളാനിൽ ഓതിയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? വിശുദ്ധ റമളാൻ എന്നുള്ളത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അല്ലാഹു തആല ഖുർആൻ ഇറക്കിയ മാസമാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൻ്റെ മാസമാണ് വിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാമിന മാലിക് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനും ഹദീസ് ക്ലാസ് എടുത്ത് ഹദീസ് പഠനം നടത്തിയിരുന്നവരുമായിരുന്നു. ഹദീസ് പാരായണം ചെയ്യുകയും പുണ്യ ഹബീബിൻ്റെ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നവരുമായിരുന്നു ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് റളിയല്ലാഹു അൻഹു റമളാൻ വന്നാൽ പറയുമായിരുന്നു അത്രേ, ഇത് ഖുർആനിൻ്റെ മാസമാണെന്ന് പറഞ്ഞ് തൻ്റെ ഹദീസ് പഠനങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ട് ആ മാസത്തെ ഉപയോഗിക്കുമെന്ന് കാണാം. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ ധാരാളം തവണ ഖുർആൻ ഖതം തീർക്കുമായിരുന്നു ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ എന്നുള്ളതാ. 60 ഖതം തീർക്കുമെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ. കാരണം അവരൊക്കെ ഈ മാസത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണത്തിന് വലിയ മഹത്വം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. എന്തിനു വേണ്ടില്ല? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട്. വെറുമൊരു പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. വെറുതെ പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല, നോമ്പ് കൊണ്ട് ലക്ഷ്യം നേടുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളുടെ പട്ടികയിൽ പെടണമെന്നുള്ളതാണ്. നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മൊത്തമായിട്ട് നോമ്പാണ്, നമ്മുടെ ഓരോ അവയവത്തിനും നോമ്പാണ്. നമുക്ക് തിന്നല ഹലായതെല്ലാം ഒരു പകലിൽ ഹറാമാവുകയാണ്. അതാണ് നോമ്പിൻ്റെ പ്രത്യേകത. നമുക്ക് അല്ലാഹു തആല അനുവദനീയമാക്കപ്പെട്ട ഭക്ഷണം പോലും നമ്മളിലേക്ക് ഹറാമായി വരികയാണ് പകലിൽ. അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണ്. എന്നതുപോലെ തന്നെ ഹറാമായ മുഴുവനും കാര്യങ്ങളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കണം. അല്ലാഹു തആല ഹറാമാണെന്ന് പറഞ്ഞ മുഴുവനും കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്ക് കൊണ്ട് സാധിക്കണം. അത് ഈ നോമ്പ് കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് അതിന് വേണ്ടി സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ലഅല്ലക്കും തത്തഖൂൻ എന്ന് അല്ലാഹു പറഞ്ഞ മുത്തഖീങ്ങളുടെ പട്ടികയിൽ നമ്മൾ പെടുകയുള്ളൂ. മുത്തഖി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സാധ്യമാകും വിധത്തിൽ അറിഞ്ഞ് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാർക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുക. അങ്ങനെ മുത്തഖിയായി ജീവിച്ച ആളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയവും മുത്തഖീങ്ങൾക്കാണ്. ഈ നോമ്പ് കൊണ്ട് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം അത് തന്നെയാണ്. അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായിട്ട് നമ്മൾ മാറണം. ആ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധ്യമാകും വിധം അമലുകളെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നോക്കുന്ന നോമ്പുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ പല പാകപ്പേവുകളുണ്ടാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്ത് പടച്ച റബ്ബ്
സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഓരോ ഇബാദത്തുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്രത്തോളം ഇബാദത്ത് ചെയ്തു എന്നതിന് ഉപരി ആ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു തആല എത്രത്തോളം കബൂലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ഇബാദത്ത് ചെയ്യുമ്പോൾ പടച്ച റബ്ബിനോട് അനുമതിക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞാൻ ചെയ്ത ഇബാദത്തിനെ നീ കബൂലാക്കണമല്ലാ, നീ സ്വീകരിക്കണമല്ലാ. ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ട് റബ്ബേ, നീ എല്ലാം പുറത്ത് പരിഹരിച്ച് നീ അത് കബൂലാക്കണമല്ലാ. ഞാൻ നിസ്കരിച്ചപ്പോൾ ഇതുപോലെ ഒരുപാട് പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ട് റഹ്മാനെ, എല്ലാം നീ പരിഹരിച്ച് നീ സ്വീകരിക്കണം റബ്ബേ. എന്ന ഒരു റബ്ബിലേക്ക് അടുക്കുന്ന, റബ്ബിലേക്ക് തേടുന്ന ഒരു ഖൽബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പടച്ച റബ്ബേ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.